വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഫുഡ് സേഫ്റ്റി അതോറിറ്റി ആലപ്പുഴയിൽ മാത്രം നടത്തിയ പരിശോധനയിൽ എടുത്ത പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 3 മാസത്തിനിടെ എടുത്ത പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,92,000 രൂപയാണ്. 1,151 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. അതിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും ചെയ്തു. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കർശനമായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെ മുമ്പോട്ട് പോകണം. നമ്മൾ കൊടുക്കുന്ന ബിസിനസ് ഐഡിയകളിലെല്ലാം തന്നെ ഫുഡ് റിലേറ്റഡ് ആണെങ്കിൽ അതിലിത് പറയാറുമുണ്ട്. ഞാൻ ആ വാർത്ത അവരോടുള്ള കടപ്പാടോടുകൂടി ഒന്ന് വായിക്കുകയാണ്. മിക്കവാറും എല്ലാവരും വായിച്ചു കാണും. അഥവാ വായിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനും ശുചിത്വം ഉറപ്പാക്കാത്തതിനും 3 മാസത്തിനിടെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിഴയായി ഈടാക്കിയത് 7,92,000 രൂപയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി 1,151 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ പിഴവ് കണ്ടെത്തിയ 134 സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. ഈ 134 സ്ഥാപനങ്ങൾക്കാണ് ഈ 7,92,000 രൂപ പിഴ ചുമത്തിയത്. അപ്പോൾ പിഴ എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലൈസൻസ് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും വാർഷിക റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ പിഴ ഇനത്തിലും കഴിഞ്ഞ 3 മാസത്തിൽ ജില്ലയിൽ 27,53,300 രൂപ ഈടാക്കി. ഈ ഫിഗറൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. 3 മാസത്തിനിടെ 14 സ്ഥാപനങ്ങൾക്കെതിരെ കോടതി നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ രക്ഷപ്പെട്ടു പോകാം എന്നാരും കരുതരുത്. നമ്മൾ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ മുമ്പോട്ട് പോകണം. 40 സ്ഥാപനങ്ങൾക്കെതിരെ RDO മുൻപാകെ സിവിൽ കേസ് ഫയൽ ചെയ്തു. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് കൂടുതലും നിയമ നടപടികൾ സ്വീകരിച്ചത്. വളരെ സിമ്പിൾ ആണ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അതുപോലും ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ഇല്ലെങ്കിൽ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. ലൈസൻസിന് പകരം ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം സൂക്ഷിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. നമ്മളുടെ വിറ്റുവരവിനനുസരിച്ചാണ് ഈ ലൈസൻസ് രജിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് FSSAI എടുക്കുകയാണെങ്കിൽ ആ വീഡിയോകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അടുക്കളയിലെയും പരിസരങ്ങളിലെയും വൃത്തിയില്ലായ്മ, പഴകിയ ഭക്ഷണ വിൽപ്പന, കാലാവധി കഴിഞ്ഞ പാക്കറ്റ് ഭക്ഷണ വിൽപ്പന, നിലവാരം കുറഞ്ഞതും മായം ചേർത്തതുമായ ഭക്ഷണ വിൽപ്പന, അസംസ്കൃത വസ്തുക്കൾ കൃത്യതയില്ലാതെയും അശ്രദ്ധമായും സൂക്ഷിക്കുക, ലൈസൻസ് പുതുക്കാതിരിക്കൽ, ജലപരിശോധനാ സർട്ടിഫിക്കറ്റിലെ പിഴവുകൾ തുടങ്ങിയവയ്ക്കും പിഴ ഈടാക്കി. 1-ൽ കൂടുതൽ തവണ ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് കടുത്ത നടപടികൾ സ്വീകരിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം സമാന ന്യൂനത കണ്ടെത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് പിഴയായി 35,39,500 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ 5,022 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇത് ഒരു ജില്ലയുടെ കാര്യമാണ് പറഞ്ഞത്, ആലപ്പുഴ ജില്ല മാത്രമാണ് പറഞ്ഞത്. 39 പ്രോസിക്യൂഷൻ കേസും RDO കോടതികളിൽ 88 സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു വ്യക്തി പോലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി പോലും ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പാടില്ല. കാരണം ശ്രദ്ധയില്ലാതെ വിൽക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ജനങ്ങൾ പണം കൊടുത്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്, ആരുടെയും ഔദാര്യം വാങ്ങിക്കുന്നില്ല. അപ്പോൾ കടക്കാര് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ അവർക്കെതിരെ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തേ മതിയാകൂ. അങ്ങനെ മാത്രമേ അവരെ നേരെയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളും തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം, ഇത് പാലിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. സാധാരണക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അവരറിഞ്ഞിട്ടില്ലെങ്കിൽ അവരറിയണം അവരുടെ അവകാശം എന്താണ് എന്നുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.